നമസ്കാരം. ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു റവ ഉപ്പുമാവാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് റവ ഉപ്പുമാവ് ഉണ്ടാക്കാൻ. എന്നാൽ നല്ല സോഫ്റ്റായിട്ടുള്ള റവ ഉപ്പുമാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. അപ്പോൾ വറുത്തെടുക്കുന്ന സമയത്ത് കരിഞ്ഞു പോകാതെ വേണം നമ്മളിത് ഇളക്കി കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യോ വെളിച്ചെണ്ണയോ എന്തുമായിക്കോട്ടെ, അത് വറുത്ത് നമ്മൾ മാറ്റി വെക്കുന്നതിന് മുമ്പായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇങ്ങനെ ചെയ്താലാണ് നമ്മുടെ ഉപ്പുമാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ റവയെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിന് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയ കഷ്ണം ക്യാരറ്റും ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കുറച്ച് കറിവേപ്പില എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കടുകും ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ 1/4 കപ്പിന് 1/2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇളക്കിയതിന് ശേഷം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് വെള്ളം വറ്റി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ റവ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ റവ ഉപ്പുമാവ് റെഡിയായി കഴിഞ്ഞാൽ ഒരാൾക്ക് കഴിക്കാനുള്ള റവ ഉപ്പുമാവാണ് ഇവിടെ തയ്യാറാക്കി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.